and welcome back to my channel Diyoos Happy World ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മുടി കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അളവിലൊക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അകാല നരയൊക്കെ തുടങ്ങിയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു നരയൊക്കെ മാറിക്കിട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നെല്ലിക്കയാണ്. 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനാണെങ്കിലും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനാണെങ്കിലും നരയൊക്കെ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിലും മുടിക്ക് നല്ല കറുപ്പ് കളറായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ആ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള നെല്ലിക്ക വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തത് നന്നായിട്ട് ജ്യൂസ് കിട്ടാനാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ അത് അരച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് കിട്ടാനും നല്ല പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും നെല്ലിക്കയുടെ നീരാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നെല്ലിക്കയുടെ നീര് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ നമ്മൾ മുടിയിൽ യൂസ് ചെയ്താൽ കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വയ്ക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ജന്മന മുടിക്ക് ഉള്ളു കുറവാണെന്നുണ്ടെങ്കിലും ആവണക്കെണ്ണ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല മാറ്റം മുടിയിലുണ്ടാവും. പുതിയതായിട്ട് മുടികൾ വളർന്നു വരും. മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആവണക്കെണ്ണ. പക്ഷേ എപ്പോഴും നമ്മൾ വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് മാത്രം വളരെ കുറഞ്ഞ അളവിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണിനേക്കാളും കുറഞ്ഞ അളവിൽ ആവണക്കെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇരട്ടി അളവിൽ നെല്ലിക്കയുടെ നീരുമാണ് ഉള്ളത്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ദിയൂസിൻ്റെ തന്നെ ഹെയർ ഓയിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ. അപ്പോൾ ആവശ്യത്തിന് ഹെയർ ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ചൂടാക്കാതെ ഒരു പാത്രത്തിലായിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് തേക്കാനുള്ള ആ ഒരു പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഉടനെ തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിതൊരു 3 മിനിറ്റ് നേരത്തേക്കാണ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അത്രയും സമയമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു നേരിയ ചൂടിൽ നിങ്ങൾ തലയോട്ടിയിലേക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്കാൽപ്പിൽ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ചെറിയ ചൂടിലൊക്കെ എണ്ണ തലയിൽ തേച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ താരനൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ മാറാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും താരൻ മാറാനും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്